ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന അതോറിറ്റി ആയിട്ടുള്ള സെബി എന്ന് പറയുന്ന സെക്യൂരിറ്റി ഓഫ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അതോറിറ്റി പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്കാണ് ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അതിൽ പറയുന്നത് 2025 ജനുവരി മാസം മുതൽ ഓഗസ്റ്റ് മാസം വരെ, അതായത് 8 മാസം വരെയുള്ള കണക്ക് പ്രകാരം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ, അതായത് ഇന്ത്യയിലെ നിക്ഷേപകർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 5 ലക്ഷം കോടി രൂപ കഴിഞ്ഞിരിക്കുന്നു ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഓഹരി വാങ്ങിക്കൂട്ടൽ. അതവസരത്തിൽ അത് കഴിഞ്ഞ വർഷം 2024 മുഴുവനായിട്ട്, അതായത് 12 മാസത്തെ കണക്ക് പ്രകാരം 5.25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 8 മാസം, 2025 8 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും 5 ലക്ഷം കോടി രൂപ കഴിഞ്ഞു. 2024 ഫുൾ ഇയറിൽ 5.25 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളുടെ അളവ്, വാങ്ങുന്നതിൻ്റെ അളവ് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേ അവസരത്തിൽ 2025 ജനുവരി മുതൽ ഓഗസ്റ്റ് മാസം വരെയുള്ള കണക്ക് പ്രകാരം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് 1.30 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അവർ പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ താങ്ങി നിർത്തുന്നത്, വൻ തകർച്ചയിൽ നിന്ന് താങ്ങി നിർത്തുന്നത് നമ്മുടെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണെന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഓരോ വർഷവും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപം കൂടുമ്പോൾ ഒരേ വർഷത്തെ കണക്ക് പ്രകാരം 2022 1.82 ലക്ഷം കോടി രൂപ മാത്രമാണ് ആഭ്യന്തര നിക്ഷേപങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിക്ഷേപം എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ 2023 2.76 ലക്ഷം കോടി രൂപയാണ് അവരുടെ നിക്ഷേപം. ഞാൻ പറഞ്ഞു 2024 5.25 ലക്ഷം രൂപ. അങ്ങനെ കണക്ക് പരിശോധിക്കുമ്പോൾ ഓരോ വർഷം തോറും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ആ ഓഹരി വാങ്ങിക്കൂട്ടൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പല കാലഘട്ടങ്ങളിലായി, ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് അനുകൂലങ്ങളായ ലാഭം ഉണ്ടാക്കാൻ അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ ഓഹരികൾ വാങ്ങിക്കൂട്ടുകയും, ഇവിടുത്തെ ലാഭമെടുപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, അവർ ഇവിടെ മോശമായ ഒരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മറ്റു രാജ്യങ്ങളിലേക്ക് നീങ്ങുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങുന്നത് കുറഞ്ഞാൽ, അല്ലെങ്കിൽ വിറ്റഴിക്കുന്നത് കൂടിക്കഴിഞ്ഞാൽ അതിൽ നിരാശപ്പെടേണ്ട കാര്യമല്ല. അത് ഏത് കാലത്തും ഒരു കാലഘട്ടത്തിൽ അവർ ഇവിടെ നിക്ഷേപം നടത്തുകയും ഓഹരി വാങ്ങുകയും അവരെ ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ വിറ്റഴിച്ചുകൊണ്ട് വീണ്ടും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. 2022 ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 കോവിഡിന്റെ ഫലമായിട്ട്
മാർക്കറ്റിൻ്റെ ഇടിവ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റിനെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളാണ്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ നമ്മൾ ഓരോരുത്തരും ചേരുന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം, ആ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അവരുടെ ഫണ്ട് മാനേജർ ഓരോ സ്റ്റോക്കിനെ പറ്റി അനാലിസിസ് പഠിച്ചതിന് ശേഷം നമ്മളുടെ പൈസ അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയും ആ ലാഭം നമുക്ക് ഉണ്ടാക്കിത്തരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ വർഷം കഴിയും തോറും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അവരുടെ നിക്ഷേപം കൂടുകയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ താങ്ങി നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഘടകമാണ്. ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 34,993 കോടി രൂപയുടെ ഓഹരികൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിറ്റഴിച്ചിട്ടുണ്ട്. എന്നാലും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ 2023 സെപ്റ്റംബർ മാസം മുതൽ ഓഹരികൾ താഴേക്ക് പോയി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഓഹരികൾ 11% ഇടിഞ്ഞ് എല്ലാ ഓഹരികളും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഓഹരികളും 70% വരുന്ന ഓഹരികളും നഷ്ടത്തിലാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. എന്നിരുന്നാലും ആ നഷ്ടം നികത്താനായിട്ട് കഴിയും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇതിൻ്റെ മുൻകാലങ്ങളിൽ തന്നെ പല ഘട്ടങ്ങളിലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ആ ഇടിവിനെ നമ്മൾ നിരാശരാവാതെ നിക്ഷേപങ്ങൾ തുടരുകയും, നിക്ഷേപം തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കാലഘട്ടത്തിൽ അത് മുന്നിലേക്ക് പോകുകയും ഉയർന്നു പോകുകയും നിക്ഷേപകർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ലാഭം ഉണ്ടാക്കി തരുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഇപ്പോഴത്തെ ഈ ഇടിവ് ഒരു നിക്ഷേപിക്കാനുള്ള നല്ലൊരു അവസരമായി കരുതിക്കൊണ്ട് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിയിടുകയും ഭാവിയിൽ അത് ഉയർന്ന് ആ ഉയർച്ചയിലേക്ക് നയിക്കുകയും നമുക്ക് നല്ല ഒരു ലാഭം ഉണ്ടാക്കി തരുകയും ചെയ്യുന്ന വിശ്വാസത്തിൽ നിങ്ങൾ നിക്ഷേപം തുടരുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മാർക്കറ്റ് ഇടിവിനെ നോക്കി അതിനെ നിരാശരാകാതെ ശുഭപ്രതീക്ഷയോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുകയും നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ.